നീ നിർത്ത്. പ്രണവ് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞു വെച്ചവനെ ഹരാസ് ചെയ്യണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രായപൂർത്തിയായ ഒരാളാണ് പ്രണവ്. അവൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വിട്ടുകളെന്നെ. ഇവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്താ അമ്മയത്? ആ ശിവാനിയാണ് അവൻ പ്രണയിക്കുന്നത്. അവളെ വിവാഹം കഴിക്കാനാണ് അമ്മ സമ്മതം മൂളുന്നത്. നീ എന്നെ തെറ്റിദ്ധരിക്കേണ്ട മോനെ. ഞാൻ ശിവാനിയെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ പ്രണവിനെയാ. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം പ്രണവിനുണ്ട്. ഇതിപ്പോ പ്രണവിന്റെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നി, അതെല്ലാവരോടും തുറന്നു പറയുകയും ചെയ്തു. അതിനെ ഇങ്ങനെ എതിർക്കാൻ നിന്നാ ഇവന് സങ്കടാവില്ലേ? ഇതിപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വിവാഹം നടത്തി കൊടുക്കില്ല എന്ന് ഒരു അന്തിമ തീരുമാനം എടുത്തുവെന്ന് തന്നെ വെച്ചോ. പ്രണവ് എന്ത് ചെയ്യും? ഒരുപക്ഷെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും. ശിവാനിയെ വിവാഹം കഴിച്ച് പുറത്തൊരു വാടക വീടെടുത്ത് താമസവും തുടങ്ങും. അപ്പൊ നാണക്കേട് ആർക്കാ? ഈ ഈശ്വരമംഗലത്തിന് തന്നെയല്ലേ? ഇനിയിപ്പോ ഇറങ്ങിപ്പോയില്ല എന്ന് തന്നെ വെച്ചോ. ജീവിതമാണ്. ചിലപ്പോ ചിന്തകൾ വഴിതെറ്റി പോയേക്കാം. ആവശ്യമില്ലാത്ത ആലോചനകളൊക്കെ വന്നു കയറും. എല്ലാം അങ്ങ് അവസാനിപ്പിച്ചേക്കാവെന്ന് ആലോചിച്ചാ ഈശ്വര, അത് നമുക്ക് താങ്ങാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആംഗിളിൽ നിന്ന് മാത്രമാ. തിരിച്ച് ഇവന്റെ ആംഗിളിൽ നിന്ന് ഇതേ വിഷയത്തെ ഒന്ന് നോക്കിക്കണ്ട് നോക്ക്. അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. ആന്റി പറഞ്ഞ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വ്യക്തമാവുന്നത് ഒറ്റ കാര്യം മാത്രം. പ്രണവിന് ചേർന്ന പെണ്ണല്ല ശിവാനി. അതിനുള്ള ഒരു യോഗ്യത അവൾക്കില്ല. ദേ, യോഗ്യതയെ പറ്റിയൊന്നും നീ പ്രസംഗിക്കണ്ട. പ്രണവ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിധി എപ്പോഴും പറയാറുണ്ട്, അമ്മാവനാണ് വളർത്തി വലുതാക്കിയതെന്ന്. ആ അമ്മാവന്റെ മകൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് തോന്നിയപ്പോ അതിന് തടസ്സം നിൽക്കാനല്ലേ നീ ഇപ്പൊ നോക്കുന്നത്? ഇതൊരു തരം കുബുദ്ധിയാ. ഇതിലൊരു കുബുദ്ധിയില്ല ആന്റി. പ്രണവിന് നല്ലൊരു ജീവിതം കിട്ടണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടുന്ന് പ്രണവിന്റെ കൂടെ അവന്റെ പെണ്ണിനെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവനാണെന്നും പെണ്ണിനെ ഇവന് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയെന്നും. ഇപ്പോ ആ പെണ്ണ് ശിവാനിയാണെന്നറിഞ്ഞപ്പോ എന്ത് പറ്റി? നിന്റെ അഭിപ്രായം മാറിയോ? അതിലെന്ത് ന്യായമാ നിധിയുള്ളത്? ഇവന്റെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഇവൻ ശിവാനിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അവന്റെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നേ. മോനെ, നീ അമ്മ പറയുന്ന ഒന്ന് കേൾക്ക്. ശിവാനി നമുക്ക് വേണ്ടടാ. അവളെ ഒഴിച്ച് നീ ആരെ പറഞ്ഞാലും ഈ അമ്മ സമ്മതിക്കാം. ശിവാനിയെ നീ മറന്നേക്കടാ. വിട്ടുകള മോനെ. ദൈവത്തെ ഓർത്ത് അമ്മ പറയുന്നത് എന്റെ മോനൊന്ന് കേൾക്ക്. അവളെ നമുക്ക് വേണ്ടടാ. അതേ വീട്ടിൽ നിന്ന് തന്നെയല്ലേ നിധി ഇവിടുത്തെ മരുമകളായിട്ട് വന്നത്. പിന്നെ ശിവാനിക്ക് എന്താ കുഴപ്പമെന്ന് പ്രണവ് ചോദിച്ചാൽ അതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്താന്ന് വെച്ചാ ചെയ്തോ. എടാ മോനെ, നിക്കടാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ശിവാനിയെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇനി ഈ വിവാഹം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ വേണോ സമ്മതം ഇല്ലാതെ വേണോന്ന് നിങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചാൽ മതി. ഭഗവാനെ, എന്തൊക്കെയാ നടക്കുന്നത്?